സംസ്ഥാന ബജറ്റിലൂടെ നാട്ടിക നിയോജക മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾക്കായി തുക വകയിരുത്തിയതായി ഗീതാഗോപി MLA. 35 കോടിയോളം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പുത്തൻപീടിക GM-LP സ്കൂൾ കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി 1 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഉരകം ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം നിർമ്മാണത്തിനായി 1 കോടി, ജയന്തി ബണ്ട് ആലപ്പാട് ഫെറി BMBC നിർമ്മാണത്തിന് 3 കോടി രൂപയും ബജറ്റിലുണ്ട്. ആനക്കല്ല് ചങ്ങല ഗേറ്റ് ബോട്ട് ജെട്ടി റോഡ് BMBC ചെയ്യാൻ 4.5 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. തളിക്കുളം വ്യവസായ കെട്ടിട സമുച്ചയ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് 5 കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് 1 കോടി രൂപയും, നാട്ടിക ഫയർ സ്റ്റേഷൻ റെസ്റ്റ് റൂം നിർമ്മാണത്തിന് 1.5 കോടി, കണ്ടശാങ്കടവ് തൃപ്രയാർ ഓവർലേ പ്രവൃത്തിക്കായി 1.25 കോടി, ചന്തപ്പടി GLP സ്കൂൾ ഉൾപ്പെടെ വിവിധ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 25 കോടി രൂപയും ബജറ്റിലുണ്ട്. കൂടാതെ താന്യം കുട്ടംകുളം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 1.25 കോടി രൂപയും, വലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 5 കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയതായി ഗീതാഗോപി MLA അറിയിച്ചു.